അവള് ചാനലിൽ ബൈറ്റ് കൊടുക്കുന്നതിന് തൊട്ട് ഒരു 5 മിനിറ്റ് മുമ്പ് എന്നെ വിളിച്ചിരുന്നു. എനിക്ക് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങള് നിയമപരമായിട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. നിയമപരമായിട്ട് പോയി നിങ്ങൾക്ക് കിട്ടുന്ന നീതി, നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ, അവന്തികയുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അവന്തികയ്ക്ക് നീതി കിട്ടും. അവന്തികയ്ക്ക് നീതി, അവന്തികയുടെ പറയുന്നതിൽ വാസ്തവമായിട്ടുള്ള കാര്യമാണ് ഉള്ളതെങ്കിൽ കൃത്യമായും അവന്തിക എന്ന് പറയുന്ന സ്ത്രീക്കൊപ്പം തന്നെയായിരിക്കും ഞങ്ങളുടെ നിലപാട്. മറിച്ച് അതിൽ എന്തെങ്കിലും വാസ്തവവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അതിൽ നമുക്ക് ഒരു അടിസ്ഥാനവും ഉണ്ടാവില്ല. അരുണിമ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെ പ്രതിനിധി അല്ലെങ്കിൽ അവരുടെ ലീഡർഷിപ്പ് നിൽക്കുന്ന ആൾ മാത്രമല്ല, ഇപ്പോൾ പാർട്ടിയുടെ കൂടി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ആളാണ്. ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തുന്നത് പാർട്ടി നേതാക്കളുമൊക്കെ ആയിട്ട് കൂടിയാലോചന ശേഷമാണ്. ഞാൻ എന്റെ പാർട്ടിക്ക് എതിരെയല്ലല്ലോ സംസാരിക്കുന്നത്. എന്റെ പാർട്ടി എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങള് ജാതിമത വർണ്ണഭേദമില്ലാതെ ജനങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഒരു ആശയമാണ്. ആ പാർട്ടി ഒരിക്കലും ഒന്നിനെയും സ്ത്രീ വിരുദ്ധത, ട്രാൻസ്ജെൻഡർ വിരുദ്ധതയും ജനവിരുദ്ധമായിട്ടുള്ള ഒരു നയങ്ങൾക്കും ചുക്കാൻ പിടിക്കാത്ത ഒരു സംവിധാനമാണ് ഞങ്ങളുടെ പാർട്ടി. ഇത് പാർട്ടിക്കെതിരെയല്ല. രാഹുൽ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് തെളിയണം. തെറ്റ് ചെയ്തില്ലെങ്കിൽ രാഹുലിന് എന്തിനെ ശിക്ഷിക്കപ്പെടണം? ഞാനൊരു നിയമ വിദ്യാർത്ഥിനിയാണ്. അപ്പം രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ രാഹുലിനെ ഒരിക്കലും തള്ളിപ്പറയില്ല, ചേർത്ത് പിടിക്കുകയേ ചെയ്യുള്ളൂ. മറിച്ച് രാഹുലിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഒരിക്കലും രാഹുലിനെ ചേർത്ത് പിടിക്കില്ല. ഒരു സ്ത്രീ എന്ന നിലയിൽ രാഹുലിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ആ സ്ത്രീത്വത്തെ അപമാനിച്ച് രാഹുലിനെതിരെ പാർട്ടി നേതൃത്വത്തോട് നടപടിയെടുക്കുവാൻ ആവശ്യപ്പെടും.